ഹേ ഗായ്സ്, അപ്പോൾ കമ്പ്യൂട്ടറുകളെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോസസ്സറുകളെ പറ്റി പറയുമ്പോൾ നമ്മുടെ തലയിൽ ആദ്യം വരുന്നത് ഇന്റൽ അല്ലെങ്കിൽ AMD ആയിരിക്കും അല്ലേ. എന്നാൽ ഇതേ മാർക്കറ്റിലേക്ക് മറ്റൊരാൾ കൂടി വരികയാണ്. അത് നമ്മുടെ ക്വാൽക്കം തന്നെയാണ്. ക്വാൽക്കമിനെ പറ്റി പറയണ്ട അല്ലെ. ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ചിപ്പുകൾ ഇറക്കുന്നത് ആരാണ്? ക്വാൽക്കമാണ്. അവരുടെ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറുകളാണ്, നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. ഇവര് വിൻഡോസിന് വേണ്ടി, വിൻഡോസ് ലാപ്ടോപ്പുകൾക്ക് വേണ്ടി ഇനി മുതൽ ചിപ്പുകൾ റിലീസ് ചെയ്യാനായിട്ട് പോവാണ്. ആൻഡ് ഇത് ക്വാൽക്കം ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഇത്തവണ ഒരു ഫുൾ ഔട്ട് എല്ലാ കൺസ്യൂമേഴ്സിന് വേണ്ടി അതങ്ങ് റിലീസ് ചെയ്ത് വിടുകയാണ്. ഒരു സ്റ്റേബിൾ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ അസ്യൂസ് ആണെങ്കിലും ലെനോവോ ആണെങ്കിലും സർഫസ് ലാപ്ടോപ്പുകളാണെങ്കിലും മാർക്കറ്റുകളിലേക്ക് ക്വാൽക്കമ്മിന്റെ സ്നാപ്ഡ്രാഗൺ എക്സ് എലീറ്റ് ചിപ്പുകൾ വെച്ച് റിലീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് വാങ്ങാൻ പറ്റുന്ന, ഇന്ത്യയിലും അത് റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ഇത്തരം ലാപ്ടോപ്പുകൾ, അതായത് ഈ സ്നാപ്ഡ്രാഗൺ ചിപ്പുകൾ അവർ ആക്ച്വലി കമ്പയർ ചെയ്യുന്നത് ഇന്റലും AMD ആയിട്ടൊന്നും അല്ല, അവരെ മാക്ബുക്കുകളായിട്ടാണ് കൂടുതൽ കമ്പയർ ചെയ്യുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? ഈ ചിപ്പുകൾ അത്രയും പവർഫുൾ ആണോ? അത് ഇന്റൽ AMD ആയിട്ട് എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? അല്ലെങ്കിൽ മാക്ബുക്കുകളായിട്ട് എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? ഇനി ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കണോ? അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലായിട്ട് പറയാനായിട്ട് പോകുന്നത്. സോ തൊട്ടങ്ങല്ലേ. അപ്പോൾ എന്താണ് ഈ സ്നാപ്ഡ്രാഗൺ എക്സ് എലീറ്റ് ചിപ്പുകളുടെ പ്രത്യേകത? ഞാൻ നേരത്തെ പറഞ്ഞു, ആളുകൾ ഇതിന് കമ്പയർ ചെയ്യുന്നത് ആപ്പിളിന്റെ M സീരീസ് ചിപ്പുകളൊക്കെ ആയിട്ടാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇവര് രണ്ടുപേരും ഉപയോഗിക്കുന്ന പ്രോസസ്സറിന്റെ ബേസ് ആർക്കിടെക്ചർ സെയിം ആണ്. ആർക്കിടെക്ചർ ആണ് രണ്ടുപേരും ഉപയോഗിക്കുന്നത്. ആ ആർക്കിടെക്ചർ തന്നെയാണ് നിങ്ങളുടെ കയ്യിലേക്കുള്ള സ്മാർട്ട് ഫോണുകളിലും ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിന്റെ പ്രോസസ്സറുകൾ ഉപയോഗിക്കുന്നത്. അതേസമയം ഇന്റലും AMDക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതല്ല. അവരുപയോഗിക്കുന്നത് x86 എന്ന് പറയുന്ന അതിന്റെ 64-ബിറ്റ് ആർക്കിടെക്ചർ ആണ് അവരുപയോഗിക്കുന്നത്. ടൂ മച്ച് ആർക്കിടെക്ചർ ആയിട്ടുണ്ടെങ്കിൽ എന്താണ്, സിമ്പിൾ ആക്കി പറയാം, ഇന്റലും AMDയും ഒരു ടൈപ്പ് ആർക്കിടെക്ചർ ഉപയോഗിക്കുന്നു. ബാക്കി എല്ലാ ഇതും നമ്മുടെ സ്മാർട്ട് ഫോണുകളും ആപ്പിളിന്റെ ലാപ്ടോപ്പുകളും ഇപ്പോൾ സ്നാപ്ഡ്രാഗൺ എക്സ് എലീറ്റ് ചിപ്പുകളുടെ ലാപ്ടോപ്പുകളും ഒക്കെ ഉപയോഗിക്കുന്നത് മറ്റൊരു ആർക്കിടെക്ചറാണ്. ഇങ്ങനെ ആർക്കിടെക്ചർ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവരെങ്ങനെ പ്രോസസ് ചെയ്യുന്നു എന്നുള്ള വ്യത്യാസം വരും. എത്ര പവർ ഉപയോഗിക്കുന്നു, എത്ര ബാറ്ററി അല്ല എത്ര ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യത്തിൽ വ്യത്യാസം വരും. എങ്ങനെ മെമ്മറിനെ ഹാൻഡിൽ ചെയ്യുന്നുള്ള രീതിയിൽ അങ്ങനെ കുറേ അധികം കാര്യങ്ങളിൽ വ്യത്യാസം വരും. സോ ആർക്കിടെക്ചർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്താണ്? ലാപ്ടോപ്പുകളിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള വളരെ പവർ തരുന്നതും അതിനൊപ്പം തന്നെ പവർ എഫിഷ്യൻസി ഉള്ള, ബാറ്ററി ലൈഫ് കൂടുതൽ തരുന്ന ഒരു ലാപ്ടോപ്പ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പറയാം? അഫ്കോഴ്സ് അത് ആപ്പിളിന്റെ മാക്ബുക്കുകൾ തന്നെയാണ് അല്ലേ. 10-12 മണിക്കൂറൊക്കെയാണ് അതിൽ ചാർജ് ബാക്കപ്പ് കിട്ടുന്നത്. മാത്രമല്ല ഈവൻ വിത്തൗട്ട് എ ഫാൻ അല്ലേ, നമ്മുടെ നോർമൽ ലാപ്ടോപ്പുകൾക്ക് നല്ല ഹൈ പെർഫോമൻസ് ലാപ്ടോപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല വിൻഡോസിന്റെ സൈഡിൽ അത്യാവശ്യം നല്ല ഫാനൊക്കെ വർക്ക് ചെയ്ത് റൺ ചെയ്യുന്നതായിരിക്കും. പക്ഷെ അതേസമയം മാക്ബുക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു പെർഫോമൻസ് ഈവൻ വിത്തൗട്ട് എ ഫാൻ അവർക്ക് തരാൻ പറ്റും വിത്ത് ഗുഡ് ബാറ്ററി ലൈഫ്. അതെന്തുകൊണ്ടാണ് ആപ്പിളിന്റെ മാക്ബുക്കുകൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? കാരണം മറ്റൊന്നുമല്ല, അവർ ഉപയോഗിക്കുന്ന പ്രോസസ്സറിന്റെ ആർക്കിടെക്ചർ ബേസ്ഡ് ആയിട്ടുള്ള ആർക്കിടെക്ചർ ആണ്. കമ്പയർ ടു ഇന്റൽ ഞാൻ പറഞ്ഞു, അവർ ഉപയോഗിക്കുന്നത് x86 ആർക്കിടെക്ചർ ആണ്. ആ ആർക്കിടെക്ചറിൽ ഉപയോഗിക്കുന്ന പ്രോസസ്സറുകൾക്ക് പൊതുവെ പവർ എന്ന് പറയുന്നത് കൂടുതൽ പവർ ആവശ്യം വരാറുണ്ട് കാര്യങ്ങൾ പ്രോസസ് ചെയ്യാൻ. ഓക്കെ, ഇത് ഞാൻ വളരെ സിമ്പിൾ ആക്കി പറഞ്ഞതാണ്. ഇപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞപ്പോ എന്താണ് ഈ സംഭവം അല്ലേ, എന്താണ് ഈ ആർക്കിടെക്ചർ, എന്താണ് ഈ എന്താണ് ഈ x86, എന്താണ് ഇതൊക്കെ അല്ലേ? ജസ്റ്റ് കുറച്ച് ടേമുകൾ പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സിമ്പിൾ ആക്കി ചുരുക്കിയിട്ട് ഇതിന്റെ ഒരു ടെക്നിക്കൽ സൈഡ് ഞാൻ പറയാം. ഇനി നിങ്ങൾക്ക് ഇത് കേൾക്കണം ഒരു ആഗ്രഹമില്ലെങ്കിൽ ഈ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്തങ്ങ് കളയാം. ഓക്കെ, സോ ഒരു പ്രോസസ്സർ എടുക്കുകയാണെങ്കിൽ, ഒരു പ്രോസസ്സർ എന്നാൽ എന്താ? നമ്മുടെ കമ്പ്യൂട്ടറിന്റെ തലച്ചോറാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ തലച്ചോറ് നന്നായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ കാര്യം ഉദാഹരണമാണ്. ഓക്കെ, സോ പ്രോസസ്സറുകൾ എങ്ങനെ പ്രോസസ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര എഫിഷ്യന്റ് ആയിട്ട് പ്രോസസ് ചെയ്യുന്നു, അതാണ് അതിന്റെ പെർഫോമൻസിന് തീരുമാനിക്കുന്നത്. എന്താണ് ഒരു പ്രോസസ്സർ പ്രോസസ് ചെയ്യുന്നത്? നിർദ്ദേശങ്ങളാണ്, കുറെ ഇൻസ്ട്രക്ഷൻസിനെയാണ് അവർ പ്രോസസ് ചെയ്യുന്നത്. ലൈക്ക് ഇപ്പോൾ കടയിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടിരുന്നു പറയുന്നൊരു നിർദ്ദേശമാണ് അല്ലേ. അതുപോലെ തന്നെ
അതേ കാര്യം എന്താണ് നമ്മുടെ CPU കാര്യത്തിൽ എന്തായിരിക്കും? ഇപ്പൊ ഞാൻ എന്റെ കമ്പ്യൂട്ടറിൽ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പൊ ഞാൻ പറയാം, ബേസിക്കലി ഞാൻ അവിടെ എന്താണ് ചെയ്യുന്നത്, CPU പറയുകയാണ് എനിക്ക് ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യണം, അപ്പൊ അത് ഓപ്പൺ ചെയ്ത് തരൂ എന്നുള്ള എന്റെ നിർദ്ദേശം കൊടുക്കുമ്പോഴാണ് CPU എന്ത് ചെയ്യുന്നത്, അത് പോയിട്ട് ഓപ്പൺ ആക്കി എനിക്ക് തരുന്നത്. അപ്പോൾ യൂസർ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ആളുകൾ കൊടുക്കുന്ന കുറെ നിർദ്ദേശങ്ങൾ പാലിക്കുക, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലെ കുറെ കാര്യങ്ങളെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് പ്രോസസ്സർ ചെയ്യുന്നത്. ആ നിർദ്ദേശങ്ങളെ പാലിക്കുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എല്ലാ പ്രോസസ്സറുകളുടെ ഉള്ളിലും എന്തുണ്ടായിരിക്കും, ഒരു നിർദ്ദേശ പട്ടിക തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ആ പട്ടിക അനുസരിച്ചുള്ള നിർദ്ദേശങ്ങളുടെ രീതിയിലായിരിക്കും അവർ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മലയാളത്തിലെ അഫ്കോഴ്സ് നിർദ്ദേശ പട്ടിക എന്ന് പറയുക. സോ ഈ ഒരു നിർദ്ദേശ പട്ടിക അനുസരിച്ച് പ്രോസസ്സറുകൾ പലതരത്തിലുണ്ട്. 2 തരത്തിലാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് റിസ്ക് ബേസ്ഡ് പ്രോസസ്സറുകളും, 2 സിസ്ക് ബേസ്ഡ് പ്രോസസ്സറുകളും. ഇതില് ഇന്റലും AMDയും ആക്ച്വലി സിസ്ക് ബേസ്ഡ് പ്രോസസ്സറാണ്. അതായത് സിസ്കിന്റെ ഫുൾ ഫോം കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടിംഗ് എന്നുള്ളതാണ്. ആ പേര് പറയുന്ന പോലെ അത് കുറച്ച് കോംപ്ലക്സ് ആണ്. അതായത് ഇപ്പൊ എങ്ങനെയാണ് ഒരു എക്സാമ്പിൾ പറയാം, സിസ്കിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് സിസ്ക് ബേസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സറുകൾ എങ്ങനെയാണ് കാര്യങ്ങൾ ഹാൻഡിൽ എന്ന് പറയാം. ലൈക്ക് നമ്മളൊരു വലിയൊരു നിർദ്ദേശം കൊടുക്കുകയാണ്. അതായത് നമ്മുടെ കിലുക്കത്തില് ഇന്നസെന്റ് പറയുന്ന പോലെ എന്താ, വെള്ളം തിളപ്പിക്കാൻ പറഞ്ഞപ്പോഴല്ലേ ചോറുണ്ടാക്കാൻ പറഞ്ഞപ്പോഴല്ലേ കടയിൽ പോകാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ പോലെ വലിയൊരു നിർദ്ദേശത്തിലേക്ക് കൊടുക്കുന്ന പോലെ വലിയൊരു നിർദ്ദേശം നമ്മൾ CPU കൊടുക്കുകയാണ്. കുറെ അധികം കാര്യങ്ങൾ ഒറ്റയടിക്ക് അങ്ങ് ചെയ്യാൻ പറഞ്ഞൊരു വലിയ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. ഇത് കിട്ടുമ്പോൾ CPU എന്ന് വിചാരിക്കും, ഈ കാലപഠന വേറെ ഒരു പണിയില്ലെന്ന് പറഞ്ഞ് ഈ നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് അങ്ങ് ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് പ്രശ്നം, ഇത്രയധികം കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് പവർ അവിടെ വേണം അല്ലേ. അവിടെ ഒരു ഇൻസ്ട്രക്ഷനേ ഒരു നിർദ്ദേശമേ ഉള്ളൂ, പക്ഷെ എന്താണ് കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടത് കൊണ്ട് അവിടെ കൂടുതൽ പവർ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇതാണ് സിസ്ക് ബേസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സറുകൾ നോർമലി ചെയ്യുന്നത്. അതേസമയം എന്താണ് രണ്ടാമത്തെ ടൈപ്പ്, അതായത് റിസ്ക് ബേസ്ഡ് പ്രോസസ്സറുകൾ, ലൈക്ക് നമ്മുടെ ഈ ആപ്പിളിന്റെ M series ചിപ്പുകൾ, നമ്മുടെ സ്മാർട്ട് ഫോണുകളിലെ ചിപ്പ്, ഇപ്പോൾ സ്നാപ്ഡ്രാഗൺ XL ചിപ്പുകളൊക്കെ ഉപയോഗിക്കുന്നത് റിസ്ക് ബേസ്ഡ് ആയിട്ടുള്ള ചിപ്പുകളാണ്. അതായത് റിസ്ക് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉപയോഗിക്കുന്ന പ്രോസസ്സറുകളാണ്. ഇവിടെ എങ്ങനെയാണ്, വലിയൊരു നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കുന്നതിന് പകരം നമ്മൾ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാണ്. ചെറിയ കുഞ്ഞു ഇൻസ്ട്രക്ഷൻസ് ആയിട്ടാണ് നമ്മൾ CPU പറഞ്ഞു കൊടുക്കുന്നത്. ലൈക്ക് ഇപ്പൊ എന്താണ്, കടയിൽ പോയിട്ട് ഒരു ചാക്ക് അരി എടുത്തു കൊണ്ടുവരൂ എന്ന് പറയുന്ന ഒരു വലിയ ഇൻസ്ട്രക്ഷൻ ആണെന്ന് വിചാരിക്കുക. ഇതിനെ റിസ്കിലാണെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ ഇതിനെ ചെറുതാക്കും. കടയിൽ പോകൂ, അതൊരു ഇൻസ്ട്രക്ഷൻ. കടയിൽ നിന്ന് സാധനം എടുക്കൂ, അത് 2ാമത്തെ ഇൻസ്ട്രക്ഷൻ. സാധനം എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു വരൂ, അത് 3ാമത്തെ ഇൻസ്ട്രക്ഷൻ. അങ്ങനെ 3 ചെറിയ ഇൻസ്ട്രക്ഷൻസ് ആക്കിയിട്ടാണ് നമ്മൾ CPU കൊടുക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ CPU പ്രശ്നമില്ല അല്ലേ. ഒരു ചെറിയ ഇൻസ്ട്രക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ CPU അധികം പവറൊന്നും ചെലവാക്കണ്ട. പവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇലക്ട്രിസിറ്റിയാണ്. അധികം ഇലക്ട്രിസിറ്റി ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അധികം ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചില്ലെങ്കിൽ കുറവ് ബാറ്ററി കൺസപ്ഷൻ ഉള്ളൂ അല്ലേ. സോ ഇതാണ് ബേസിക്കലി ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഇങ്ങനെയാണ് എങ്ങനെ നിർദ്ദേശങ്ങൾ അവർ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത്. ഇതിന് ഇൻഡെപ്താക്കി പറയുകയാണെങ്കിൽ കുറെ അധികം കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാവും വിചാരിക്കുന്നു. ഓക്കെ, സോ അപ്പൊ ഈ ഒരു പറഞ്ഞ കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂലേ റിസ്ക് ബേസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സറുകൾ എത്രത്തോളം പവർ എഫിഷ്യന്റ് ആണെന്നുള്ളത്. കാരണം അവർക്ക് അങ്ങനെയാണ് ചെറിയ ഇൻസ്ട്രക്ഷൻസ് ആയിട്ടാണ് അവര് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അതിനധികം പവറുകളും ചെലവാവാറില്ല. അതുകൊണ്ടാണ് നമ്മുടെ സ്മാർട്ട് ഫോണുകളൊക്കെ ഈവൻ വിത്തൗട്ട് ഒരു കൂളിംഗ് ഫാൻ ഒന്നും വെക്കാതെ തന്നെ എന്താണ് നല്ല ഹൈ എൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് തരുന്നുണ്ട്. വലിയ രീതിയിൽ അത് ഹീറ്റ് ആവാണ്ടിരിക്കുന്നതിന്റെ കാരണം അതുകൊണ്ട് തന്നെയാണ് ആപ്പിളിന്റെ ചിപ്പുകൾ ഇത്രയും അധികം ഹൈ പെർഫോമൻസ് നമുക്ക് തരുന്നുണ്ട്. അതിനനുസരിച്ച് കുറവ് പവർ ഉപയോഗിക്കാനുള്ള കാരണം. നൗ വിൻഡോസിന്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇത്രയും നാൾ ഇന്റലും AMD ആണ് ഡോമിനേറ്റ് ചെയ്ത് നിന്നത് അല്ലെ. പക്ഷെ ആക്ച്വലി നിങ്ങൾ വിൻഡോസ് ലാപ്ടോപ്പുകളിൽ മുൻപും ഇതുപോലെ സ്നാപ്ഡ്രാഗണിന്റെ ഒക്കെ മുന്നിൽ ചിപ്പുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും അന്ന് സക്സസ് ആയിട്ടില്ല. ഇപ്പോഴാണ് ആക്ച്വലി സ്നാപ്ഡ്രാഗൺ ഒരു കമേഴ്ഷ്യൽ ആയിട്ട് എല്ലാവർക്കും എന്താണ് അതൊരു മാർക്കറ്റിലേക്ക് ഫുള്ളായിട്ട് അതിനെ അഴിച്ചങ്ങ് വിടുന്നത്. അതായത് ഇപ്പൊ ഒരു സ്റ്റേബിൾ ആയി എന്നുള്ള ഒരു രീതിയിലാണ്. അതൊരു നല്ല കാര്യമാണ്. കാരണം ഈ ഒരു ആർക്കിടെക്ചറിൽ വരുന്ന സമയത്ത്
ഒരു ലാപ്ടോപ്പിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലേ, നല്ലൊരു പെർഫോമൻസിനനുസരിച്ച് നല്ലൊരു ബാറ്ററി ലൈഫ്. ആ ഒരു കാര്യം ഇവിടെ സാധ്യമാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും നല്ല അഡ്വാൻറ്റേജ് ഉണ്ട് അല്ലെ ഈ ഒരു ചിപ്പിനെ. പക്ഷേ അതുകൊണ്ട് ഇതിന് പ്രശ്നമില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ കുറേ അധികം പ്രശ്നങ്ങൾ ഇപ്പൊ ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം മറ്റൊന്നുമല്ല, സോഫ്റ്റ്വെയർ സപ്പോർട്ടാണ്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു ആർക്കിടെക്ചർ ചേഞ്ച് ആയി ഇവിടെ അല്ലേ. ഇപ്പൊ വിൻഡോസ് ഇപ്പൊ 2 ആർക്കിടെക്ചറിൽ അവൈലബിൾ ആണ്. ഇന്റലിന് ഇപ്പൊ x86 ആർക്കിടെക്ചറിൽ അവൈലബിൾ ആണ്. ഇപ്പൊ ഈ ചിപ്പുകൾക്ക് വേണ്ടി ARM ആർക്കിടെക്ചറിൽ അവൈലബിൾ ആണ്. ഈ 2 ആർക്കിടെക്ചറും ഡിഫറെന്റ് ആണെങ്കിൽ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടാൾക്കും വേണ്ടി ഡിഫറെന്റ് രീതിയിൽ നമ്മൾ സോഫ്റ്റ്വെയർ ഉണ്ടാക്കേണ്ടി വരും. ഓക്കെ, ഇപ്പൊ വിൻഡോസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ വിൻഡോസിൽ ഓൾറെഡി അവൈലബിൾ ആയ എല്ലാ സോഫ്റ്റ്വെയറുകളും ഈ ഇന്റൽ AMDക്ക് ആ ആർക്കിടെക്ചറിന് വേണ്ടി എഴുതിയിട്ടുള്ളതാണ്. ഓക്കെ, ഈ ARM ആർക്കിടെക്ചറിന് വേണ്ടി അധികം എഴുതിയിട്ടില്ല. കുറെയൊക്കെ ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾ സ്നാപ്ഡ്രാഗന്റെ ഇവരുടെ സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ കറന്റ്ലി ഈ ARM ആർക്കിടെക്ചർ സപ്പോർട്ട് ചെയ്യുന്ന വിൻഡോസ് നേറ്റീവ്ലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലിസ്റ്റ്, സോഫ്റ്റ്വെയർ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് അത്ര വലിയൊരു ലിസ്റ്റ് ഒന്നും അല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഇപ്പോൾ എന്താണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന പല മേജർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ലൈക്ക് നിങ്ങളിപ്പോൾ ഓട്ടോകാഡുകൾ ഉപയോഗിക്കുന്നുണ്ട്, ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഈ ഡാവിഞ്ചി റിസോൾവ് ഒക്കെ ആമിലുണ്ട്. പക്ഷെ വിൻഡോസിനൊക്കെ അവർ റിലീസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ കുറേ അധികം സോഫ്റ്റ്വെയറുകളൊന്നും ഇപ്പോഴും നേറ്റീവ്ലി ചിലപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഉടനടി നിങ്ങൾ ഈ ലാപ്ടോപ്പുകൾ എടുത്ത് ഹൈ എൻഡ് വർക്കിന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. കാരണം സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഇല്ല. പക്ഷെ എന്താണ്, ഭാവിയിലേക്ക് പോകുന്നതോറും ഇതൊക്കെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ആപ്പിൾ ഫസ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഇതേ രീതിയിൽ തന്നെയായിരുന്നു. ബട്ട് നൗ അവർക്ക് ഓൾറെഡി പല കൂടുതൽ വലിയ വലിയ സോഫ്റ്റ്വെയർ കമ്പനികളൊക്കെ അതിനുവേണ്ടി സോഫ്റ്റ്വെയറുകൾ മാറ്റി എഴുതി തുടങ്ങിയിട്ടുണ്ട്. സോ നോ ഇഷ്യൂസ്. പക്ഷെ കറന്റ്ലി നിങ്ങൾ നല്ലൊരു ഹെവി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇത്തരം ലാപ്ടോപ്പുകൾ ഒന്ന് പെൻഡിങ്ങിലേക്ക് വെക്കുന്നതാണ് നല്ലത്. ഓക്കെ, അടുത്തൊരു കാര്യം എന്താ, പ്രോസസ്സറിന് ഇത്രയും പവർ ഉണ്ട് എന്ന് പറയുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല അല്ലേ. ഈ പ്രോസസ്സർ ഉപയോഗിച്ച് ലാപ്ടോപ്പ് നിർമ്മിക്കുന്ന കമ്പനികൾക്ക് കൂടി ആ ഒരു ക്വാളിറ്റി വേണം. ലൈക്ക് ആപ്പിളിന്റെ കാര്യത്തിൽ ആപ്പിൾ തന്നെയാണ് സോഫ്റ്റ്വെയറിൽ MCU ചിപ്പ് ഉണ്ടാക്കുന്നതും ലാപ്ടോപ്പ് ഉണ്ടാക്കുന്നതും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കുന്നതും ഒക്കെ ആപ്പിളാണ്. ഇവിടെ അങ്ങനെയല്ല. സ്നാപ്ഡ്രാഗൺ ക്വാൽക്കം ചിപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നു. കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കുന്ന ആരാണ്? അസ്യൂസ്, ലെനോവോ, HP, ഡെൽ തുടങ്ങിയുള്ള കമ്പനികളാണ്. അവരതിന് എത്ര എഫിഷ്യന്റ് ആയിട്ട് അതിന് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പ്രോസസ്സർ മാത്രം നന്നായ പോലെ അല്ലെ, മെമ്മറി മാനേജ്മെന്റ് നന്നായിരിക്കണം, നല്ല ഫാസ്റ്റർ SSDകൾ അവർ യൂസ് ചെയ്യാൻ പറ്റണം, നല്ല സ്റ്റോറേജുകൾ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ നല്ല ഡിസ്പ്ലേ കൊടുക്കണം. ഇതൊക്കെ ആക്ച്വലി ഈ കമ്പനികൾ അനുസരിച്ചിരിക്കുന്ന കാര്യമാണ്. സോ പ്രോസസ്സറുകളോട് മാത്രം ബാക്കി എല്ലാതും ബെറ്റർ ആവുന്ന ഒരു കാര്യമില്ല. പെർഫോമൻസിനെ അവരെങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള വലിയൊരു കാര്യമാണ്, വിച്ച് നമ്മൾ ഭാവിയിൽ കാണാൻ എടുക്കുന്നുള്ളൂ. കാരണം ഇവർക്ക് ഇപ്പോൾ അസ്യൂസ് ഒക്കെ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഈ ലാപ്ടോപ്പ് ഈ കമ്പനികളിൽ നിന്ന് ഇറക്കി തുടങ്ങി അതൊന്ന് പ്രോപ്പർലി ടെസ്റ്റ് ചെയ്താൽ മാത്രമാണ് ഇവർ എത്രത്തോളം ഇതിനെ ഹാൻഡിൽ ചെയ്തു നമുക്ക് പറയാനേ പറ്റുള്ളൂ. സോ ഇതൊരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ്. ഈ ഒരു സ്റ്റേജിൽ ഈ ഒരു ലാപ്ടോപ്പുകൾ നിങ്ങൾ അതാ പറഞ്ഞ പ്രൊഫഷണൽ ആയിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ പെൻഡിങ്ങിലേക്ക് വെക്കുക. ഇനി നിങ്ങൾ നോർമൽ യൂസ് അല്ലെങ്കിൽ ഈവൻ ഒരു ആവറേജ് യൂസ് ആണെങ്കിൽ പോലും, ലൈക്ക് നിങ്ങൾ ഇപ്പോൾ ഓൺലൈൻ കോഴ്സ് പഠിക്കുന്ന ആളുകളാണ്, വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ സിനിമകൾ കാണുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ പവർ പോയിന്റ് പ്രസന്റേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്, ചെറിയ രീതിയിലൊക്കെ എഡിറ്റിങ്, ചെറിയ രീതിയിലൊക്കെ ഗെയിമിംഗ് ഒക്കെ കളിക്കുന്ന ആളുകളാണെങ്കിൽ, മേ ബി അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ളതാണ്. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം, ഇപ്പൊ ഗെയിമിങ്ങിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കറിയാം, വിൻഡോസ് ആണ് ഗെയിമിങ്ങിന്റെ കാര്യത്തിൽ ഏറ്റവും ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് അല്ലേ. നമ്മൾ പറയാറുണ്ട് ഗെയിം കളിക്കാനാണെങ്കിൽ ആപ്പിൾ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാതും ഏറ്റവും കൂടുതൽ ഗെയിമിംഗ് സപ്പോർട്ട് വരുന്നത് വിൻഡോസിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ ആർക്കിടെക്ചർ മാറിയത് കൊണ്ട് തന്നെ ഈ ആർക്കിടെക്ചറിന് വേണ്ടിയിട്ട് ഗെയിമുകളൊന്നും ഇപ്പോൾ അങ്ങനെ കുറേ അധികം അവൈലബിൾ അല്ല. അപ്പൊ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു ലാപ്ടോപ്പ് എടുക്കേണ്ട ആവശ്യമില്ല. സോ ഇത്രയും കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഒരു സ്റ്റെപ്പാണ് അല്ലെ, എല്ലാത്തിനും ഒരു ബിഗിനിങ് വേണം, എന്നാൽ മാത്രമാണ് പ്രോഗ്രസ് ഉണ്ടായിരിക്കുള്ളൂ. സോ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇതിന്റെ ബെഞ്ച് മാർക്കുകൾ, പല ബെഞ്ച് മാർക്കുകൾ ഇറങ്ങിയിട്ടുണ്ട് പല കാര്യങ്ങളിലും. ചില മാക്ബുക്കുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനൊക്കെ ചില കാര്യങ്ങൾ അത് ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതേസമയം സ്റ്റിൽ മാക്ബുക്കുകൾ ഇതിനെ ഔട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ബാറ്ററി ലൈഫിന്റെ കാര്യത്തിൽ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഇവിടെ വന്നിട്ടുണ്ട്. 10-12 മണിക്കൂറൊക്കെ ലെനോവോന്റെ ലാപ്ടോപ്പിൽ നിന്ന് കിട്ടിയെന്നൊക്കെ ബെഞ്ച് മാർക്കുകൾ വരുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ആ ആർക്കിടെക്ചറിൽ മാറ്റം വന്നിട്ടുള്ളത് കൊണ്ടുള്ള ഒരു ചേഞ്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് അതിനെ പറ്റി പറയാനുള്ളൂ. സോ
എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കാണുന്നവരെ ബൈ.